നമ്മുടെ സ്ലിറ്റേ വരുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്. ഞാൻ ആരും കുറ്റം പറയുന്നില്ല, കാരണം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കുറേ പഠിച്ചുവെങ്കിലും എനിക്ക് എപ്പോഴും സ്ലിറ്റ് ഇടുമ്പോഴേക്കും ആകെ പ്രശ്നങ്ങളാണ്, സ്ലിറ്റ് ശരിയാവുന്നില്ല എപ്പോഴും. അതുകൊണ്ട് ഞാൻ ഓർത്തത് പ്രോപ്പറായിട്ട് എങ്ങനെ സ്ലിറ്റ് ഇടണോ നിങ്ങളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാമെന്ന്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. സ്ലിറ്റ് നന്നായിട്ട് അടുപ്പ് വീണില്ലെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ആകെ ഒരേ കാര്യം മാത്രമേ ഞാൻ എയിം ഇടുന്നുള്ളൂ, നമ്മുടെ സ്ലിറ്റ്. നമുക്ക് പല തരത്തിൽ സ്ലിറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇന്നൊരു സിമ്പിൾ സ്ലിറ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതിന് കൂടുതൽ വർക്കുകളൊക്കെ ചെയ്യണമെന്നൊക്കെ ഇവിടെ പൈപ്പിംഗ് കൊടുത്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ്. അതൊന്നും ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. സ്ലിറ്റ് എങ്ങനെ തയ്ക്കുക, ഇത് കണ്ടോ, ഇതൊക്കെ ഒരുമാതിരി ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിരിക്കുന്ന തുണിയാണ്. എക്സ്പെഷ്യലി ഇത് കണ്ടോ, നെറ്റ് നമ്മൾ എങ്ങോട്ട് പിടിച്ചാലും അവൻ വലിഞ്ഞും പറഞ്ഞു നിൽക്കുന്ന ഒരു തുണിയാണ്, നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ ഇത് നല്ല തെന്നുന്ന തുണിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഒരു സ്ലിറ്റ് ഇട്ട് സെപ്പറേറ്റ് തയ്ക്കാം, അകത്തെ തുണിയും വേണേൽ സെപ്പറേറ്റ് സ്ലിറ്റ് ഇട്ട് തയ്ക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി വരും വീഡിയോകളിൽ വരട്ടെ. അതുപോലെ തന്നെ ഇതേൽ നമുക്ക് പൈപ്പിംഗ് കൊടുത്ത് ചെയ്യാം, അതുമൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം ആദ്യം എന്നെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞ പോലെ ആദ്യം ഒന്ന് കാലെടുത്ത് പിച്ച വെക്കാൻ പഠിച്ചിട്ട് മതിയല്ലോ ബാക്കി കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം പിച്ച വെച്ച് പഠിക്കാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം, എത്ര തെന്നുന്ന തുണിയാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള തുണിയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് എങ്ങനെ നമുക്ക് സ്ലിറ്റ് ഇടാമെന്നാണ്, സ്ലിറ്റ് തയ്ക്കാമെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നേരെ നമ്മൾ ആ ചെയ്ത മാർക്കിങ് കൂടെ തന്നെയാണ് അടിച്ചു വരുന്നത്. അടിച്ചടിച്ച് നമ്മൾ എവിടെ വന്ന് നിന്നെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുക അല്ലേ. ആകം നോക്കിക്കേ, നമ്മൾ അടിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുക. ആ 1 ഇഞ്ചാണ് ഞാനിവിടെ എക്സ്ട്രാ ഇട്ടേക്കുന്നത്. ഈ ഭാഗമാണ് നമുക്ക് അടിച്ചു മറിക്കാനുള്ളത്. അതുകൊണ്ട് ആ ഭാഗം വരയ്ക്കും ഞാൻ കൊണ്ട് അടിച്ച് നിർത്തി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് അടിച്ച് നിർത്തി. ഇനിയുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് മുട്ടുസൂചി. കണ്ടോ, ഇതിന് പിന്ന് കിട്ടും. ഇതുപോലെ കുറച്ച് പിന്ന് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഭാഗം തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഹിപ്പ്. അതെ, നമ്മൾ മുറിച്ചിട്ട പോയിന്റ് നിങ്ങൾ കണ്ടോ, കണ്ടോ, വെട്ടിയിട്ടേക്കുന്നത് കണ്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണീനെ നിങ്ങൾ ഇങ്ങനെ മടക്കുക. നോക്കൂ, ഇങ്ങനെ മടക്കുക, മനസ്സിലായോ? അതുപോലെ തന്നെ ഈ തുണിയെയും നമ്മൾ ഇങ്ങനെ മടക്കുന്നു. അപ്പം 2 തുണിയെയും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയൊക്കെ എന്ന് വെച്ചാൽ അതെ, ഇങ്ങോട്ട് മടക്കി മറ്റേ തുണിയെ താഴോട്ടും മടക്കി കൊടുക്കുക. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് വലിയ വഴക്കൊന്നുമില്ല എന്ന് തോന്നുന്നു. അവർ നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുകയാണ്. ഇത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് ഇവിടെ ഒന്ന് പിടിച്ചു വെച്ചോളൂ. എക്സ്പെഷ്യലി ഇവന് അനുസരണ ഇല്ലാത്ത തുണിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവനെ ഒന്ന് അനുസരണയാക്കാൻ വേണ്ടി നമുക്കൊന്ന് പിടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരയവോ ഒന്നുമില്ല, ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട് മടങ്ങിയിരിപ്പുണ്ട്. അതിനുശേഷം ഇതുണ്ടോ, ഇതിങ്ങനെ കൈ കൊണ്ട് നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാം. നിങ്ങൾക്ക് അയൺ ബോക്സ് ഒക്കെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. തുണിയുടെ ചൂടും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോണം, ഏത് തുണിക്കാണ് അയൺ ബോക്സ് വെക്കുന്നതെന്നും ചൂടും കാര്യങ്ങളും, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, കണ്ടോ, ഇതുപോലെ നിങ്ങൾ വെച്ച് കൊടുക്കുക. താഴ്ഭാഗം വരയ്ക്കും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിപ്പ് എങ്ങനെ വരുന്നു എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കിക്കേ, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം. തേണ്ടേ, ആദ്യം ഞാൻ ഒരു മടക്കി. ഓക്കെ, കണ്ടോ. അതിനുശേഷം കാരണം ഒരു 1/2 ഇഞ്ചോളം ഞാൻ മടക്കിയിട്ടുണ്ട്. 1 ഇഞ്ചല്ലേ ഇട്ടേക്കുന്നത്. ഇതാ, ഇത് കണ്ടോ, കണ്ടോ. അപ്പം നമുക്കിവിടെ ഒരു മടക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? കണ്ടോ, ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ ഓരോ പിന്നൂടെ അങ്ങ് കുത്തി കൊടുക്കും. അതിനാണ് നമ്മൾ പിന്നെടുത്തേക്കുന്നത്. ഈ പിന്നെന്ന് പറയുമ്പോൾ നോക്കിക്കേ, കണ്ടോ, ഇങ്ങനെ പിന്നെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ അനങ്ങാതെ അവിടെ ഇരിക്കും. അതിൻ്റെ മേൽക്കൂടെ സൂചി കയറി ഇറങ്ങിയാലും നമുക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതിനെ ഇതുപോലെ വീണ്ടും ഇത് കണ്ടോ, വീണ്ടും വെക്കുക. ഈ നെറ്റ് എന്ന് വെച്ചാൽ ഒരു അനുസരണം ഇല്ലാത്ത നെറ്റായതുകൊണ്ടാണ് എനിക്കിങ്ങനെ പിടിച്ചു വെക്കേണ്ടി വരുന്നത്. മറ്റേന്ന് വെച്ചാൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഇച്ചിരി ഒതുക്കമുള്ള തുണിയാണെങ്കിൽ അവർ നന്നായിട്ട് നമുക്ക് നിന്ന് തരും. നിങ്ങൾ എന്നാ വേണേലും എന്നെ ചെയ്തോന്നും പറഞ്ഞ് നിന്ന് തരും. പക്ഷെ ഇവൻ്റെ അടുത്ത് അത്രയും വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, കണ്ടോ, നമ്മളിങ്ങനെ കുത്തി കൊടുക്കുമ്പോഴേക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതിനെ ഒന്ന് തയ്ച്ചെടുക്കാൻ പറ്റും, നല്ല പെർഫെക്റ്റ് ആയിട്ട്. കണ്ടോ, ബുദ്ധിമുട്ടുള്ള തുണിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തുടക്കക്കാർ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാനിത് മുഴുവൻ ഇതുപോലെ ഒന്ന് ചെയ്യുവാണ്. അതിന് ശേഷമായിരിക്കും നമ്മൾ അടിച്ച് ഇതിനൊന്ന് പതിപ്പിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ഞാൻ എത്ര ഭംഗിയായിട്ടാണ് ഇതിനെ വെച്ച് കൊടുത്തേക്കുന്നത് നോക്കി. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒതുക്കി കൊടുത്ത് തയ്ച്ചങ്ങ് പോകും. അപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. മെഷീനെ സൂചി ഇങ്ങനെ വരുമ്പോൾ പതുക്കെ തയ്ച്ചു കൊടുക്കും. ഇപ്പം നോക്കിക്കേ, നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? ഇതിൻ്റെ അറ്റം വരെ നമ്മൾ ഇതുപോലെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്ര ഞാൻ ചെയ്തല്ലോ, ഇനി ഞാൻ ചെയ്യുന്നതിനെ മറിച്ചിടും. നിങ്ങൾ കണ്ടോ,
നോക്കിക്കേ, ഇതുപോലെ ഒരു ടേബിളിലൊക്കെ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നിലത്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് കണ്ട തന്നെ ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ മടക്കെടുത്തിട്ട് കണ്ടോ, അതേ ഡയറക്ഷനിൽ അതേ ലെങ്തിൽ കണ്ടോ. ഇത് രണ്ടും താഴത്തെ പോലെ തൊട്ട് മുകളിലാണ് ഇത് വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെ തന്നെ ഞാൻ ഈ ഒരു പാളിയും കൂടെ ചെയ്ത് തീർത്തതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരാം കേട്ടോ. നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ പിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കണ്ടോ. ഇനി ഇപ്പൊ അടിച്ച് കഴിയുമ്പോഴാണ് ഇത് പെർഫെക്ഷൻ വരുന്നത്. കാരണം നമ്മൾ ഒത്തിരി അടുത്തടുത്തല്ലല്ലോ മുട്ട സൂചി കുത്തിയേക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റുകൾ പറ്റത്തില്ല. കോട്ടൺ ആണ്, ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയേനെ. തയ്ച്ചെടുക്കാൻ പോവാണ് നമ്മുടെ ആദ്യത്തെ പാളി ആൻഡ് രണ്ടാമത്തെ പാളി റെഡി ആയിട്ട് ഞാനിതുവരെ അടിച്ചു തുടങ്ങാൻ പോവാണ്. ആദ്യം നമ്മൾ അടിക്കുന്നത് നമ്മുടെ ഈ ഓപ്പണിങ് ഈ സൈഡാണ് നമ്മൾ ആദ്യം അടിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നീടാണ് നമ്മൾ ഈ സൈഡ് അടിച്ചു വരുന്നത്. ഇവിടെ കോട്ടൺ തുണിയൊക്കെയാണ് നമുക്കത് പ്രസ് ചെയ്ത് വലിച്ചു പിടിച്ച് ചെയ്യാം. പക്ഷെ ഇവനെ അങ്ങ് പണി നടക്കത്തില്ല. കാരണം ഇതിങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുക. അല്ല നമ്മുടെ ഏങ്കോണിച്ചിരിക്കാന്ന് പറയത്തില്ലേ, കോണിച്ചിരിക്കും അല്ലെങ്കിൽ. ഓക്കെ, എന്തായാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് ഇവനെ തയ്ക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് വെച്ചൂടെ കൊടുക്കണേ, കാരണം ഈ തുണി അനുസരണ ഇല്ലാത്തതായത്. സൂചിയുടെ മണ്ടയ്ക്കൂടെ കയറി ഇറങ്ങുന്നത്, പക്ഷെ സൂചിയെ മുട്ടത്തില്ല കേട്ടോ. ഇവിടെയൊക്കെ ചാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ അകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചാടി വരുന്നവരൊക്കെ അകത്തോട്ട് വെച്ച് ഒരേ ലെവലിൽ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കാര്യമില്ല, എന്നാലും മാക്സിമം ശ്രമിക്കുക. ഇങ്ങനെ വെക്കുന്നോണ്ട് വരെ നമുക്ക് സുന്ദരമായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ കണ്ട നമ്മൾ അടിച്ചു വരുമ്പോൾ ആ ഭംഗി നോക്കിക്കേ, കാണോ നിങ്ങൾക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഭാഗത്തോടൊരു അടുപ്പ് വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി. എന്തായാലും ആദ്യത്തെ സെക്ഷൻ അങ്ങ് തീരട്ടെ. ഇത് നോക്കിക്കോണേ, നമ്മൾ ഏകദേശം നമ്മുടെ ആ വെട്ടിന്റെ ഭാഗം എത്താറായിരിക്കും. നിങ്ങൾ കണ്ടോ ഇത്? കണ്ടോ ഇത്? കണ്ടോ ഇവിടെ അല്ല എല്ലാവരുടെയും കോംപ്ലിക്കേഷൻ പാർട്ട്, ആ എൻഡിങ് പാർട്ട് കണ്ടോ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓപ്പണിങ്ങിന്റെ ജസ്റ്റ് അറ്റം എന്ന് പറയുന്നത് ഇതാണ്. അതിലും ഒരു 1/2 ഇഞ്ച് മുന്നോട്ട് അടിച്ചു കയറി വരിക കണ്ടോ. 1/2 അല്ല 3/4 ഇഞ്ച് കയറി വരിക. ഓക്കെ, അതിനുശേഷം സൂചി ഇറക്കുക കണ്ടോ. സൂചി താഴേക്ക് ഇറക്കി അതിനുശേഷം ഇത് പൊക്കി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കറക്കി എടുക്കുക. ഇതുണ്ടോ? അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് ഇപ്പുറത്തെ എൻഡ് എത്തത്തുള്ളൂ, നമുക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടത്തുള്ളൂ കണ്ടോ. ഇത് കണ്ടോ. എന്നിട്ട് സൂചി താത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുണ്ടോ, സൂചി താത്ത് വെച്ച് കൊടുത്തിട്ട് ഇപ്പം നല്ല വലിഞ്ഞ് നിൽക്കണം, എന്നാൽ അതിൻ്റെ കണ്ടോ. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ എൻഡ് നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തൊന്ന് നോക്കുക കണ്ടോ. സൂചി ഇറക്കി കൊടുക്കുക, പിന്നെ അത് പൊക്കി കൊടുത്തിട്ട് വട്ടം കറക്കുക കണ്ടോ. അങ്ങനെ വരുമ്പോൾ ഉള്ള ഈ തയ്യൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഭാഗം നിങ്ങൾ കണ്ടോ, ഞാൻ തയ്ച്ചു കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരും ഒന്നുകൂടെ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സൂചി കറക്കിയതിന് ശേഷം കണ്ടോ ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വെച്ചേക്കാം. എൻ്റെ ഈ തുണിയുടെ പ്രത്യേകതയാണ്, ഞാൻ നന്നായിട്ട് വെച്ചില്ലെങ്കിൽ അത് എനിക്ക് തന്നെ പണി കിട്ടും. ഓക്കെ, വീണ്ടും നമ്മളിപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി വണ്ടി ഇപ്പുറത്തോട്ട് തിരിഞ്ഞു. ഓക്കെ, നല്ലൊരു ടേൺ എടുത്തിട്ട് തിരിയുവാണ് വണ്ടി കേട്ടോ. ഈ പോർഷൻ നിങ്ങൾക്ക് കാണാലോ ഞാൻ അടിച്ചേക്കുന്നത്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട് ഇവനും. അവനെ അങ്ങനെ ഇട്ടേക്കാൻ നിങ്ങൾക്കൊന്ന് കാണുകയും ചെയ്യണം. ഇതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരാം. ഓക്കെ, നമുക്കിത് ചെയ്യാം. ഉണ്ടോ? ഏകദേശം നമ്മൾ ഒരു സൈഡ് തീരുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ അപ്പുറത്തെ സൈഡും തീർക്കാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മൾ അടിച്ചിട്ട ആ പോർഷൻ രണ്ടും കണ്ടോ. നമുക്കിത് നന്നായിട്ട് തന്നെ ഒരുമാതിരി നല്ല ഭംഗിയായിട്ട് തന്നെ അടിക്കാൻ പറ്റി. ഈ തുണിയെ ഭയങ്കര പാടായിരുന്നു, എന്നിരുന്നാലും നമ്മൾ അടിച്ചു കേട്ടോ. നമ്മൾ ഇങ്ങനെ തയ്ച്ചു മുകൾ ഭാഗം വരെ വന്നതിന് ശേഷം ഇങ്ങോട്ട് തയ്ച്ചു, അതിനുശേഷം ഇതിൻ്റെ അറ്റത്തൂടെ ഇങ്ങനെ തയ്ച്ചു. ഇനിയിപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല, ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മുടെ തയ്യൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, ഇവിടം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അരിയിൽ കൂടെ ഒന്ന് പതിച്ച് അടിക്കാൻ പോവാണ്. ഈ സൈഡിൽ കൂടെ ഒന്നുകൂടെ അടിച്ചെങ്കിൽ മാത്രം ഇത് നല്ല ഫിറ്റായിട്ട് നിൽക്കത്തുള്ളൂ, കാണാൻ ഒരു ഭംഗിയൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് അതുകൂടെ ഞാനത് ചെയ്യാൻ പോവുകയാണ്. എളുപ്പം തന്നെയാണ്, ഒന്ന് കാണിച്ചേക്കാം നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് തറവാൻ വേണ്ടി മാത്രം കേട്ടോ. ഇതാ ഈ അരികെ ഇതുപോലെ നമ്മൾ ഈ അരിയിൽ കൂടെ നമ്മൾ ഇതുപോലെ തയ്ച്ചു കൊടുക്കുക കേട്ടോ.
നമ്മൾ ലൈനിങ് വെച്ച ഭാഗം ആകുമ്പോഴേക്ക് നോക്കിയേ എത്ര ഭംഗിയായിട്ടാണ് അടിപ്പ് വീഴുന്നത്. നിങ്ങൾ കണ്ടോ? കാണാമല്ലോ അല്ലേ? കണ്ടോ? രണ്ടടിപ്പ്. നോക്കിക്കേ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി ഇവിടം വരെ വന്നത്. നിങ്ങൾ നേരെ അടിച്ചു വരിക. കാരണം ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു വി ഷേപ്പിൽ കിടക്കും അല്ലെ, ഒരു വി ഷേപ്പ്. അതിനെ ആ ഷേപ്പിൽ തന്നെ നമ്മൾ കൊണ്ടുവരുന്നു. അതിന്റെ മിഡിൽ ഭാഗത്ത് സൂചി ഇറക്കി കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ഇത് കറക്കി എടുക്കും നമ്മള്. ആ ഭാഗം നമ്മളത് കറക്കി എടുത്ത് എന്നിട്ട് ആ വി ഷേപ്പിൽ തന്നെ ഇതിലോട്ടേക്ക് അടിച്ചു പോകും. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ താഴോട്ടങ്ങ് അടിച്ചു വരുമ്പോൾ ആ അടിപ്പ് തീർന്നു കേട്ടോ. ഒരു സൈഡിലത്തെ പണി തീർന്നു. പിന്നെ അപ്പുറത്തെ സൈഡ് മാത്രം അടിച്ചാൽ മതി. നമുക്ക് താഴ്ഭാഗം ഒന്നും ചെയ്യേണ്ട, കാരണം ഈ ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ടല്ലേ പറഞ്ഞു തന്നേ. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. പിന്നെ ഞാൻ ഒരു കാരണവശാലും നിങ്ങൾ പറഞ്ഞു തന്നില്ല, ഞാൻ ഒരു വിധത്തിലും അറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ 100 പ്രാവശ്യം പറഞ്ഞു തന്നേലും ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ചിലർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ പാടാന്നാണ് കേൾക്കുന്നത് ചില സമയങ്ങളിൽ. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കും. എന്തെങ്കിലും ഗുഡായിരുന്നു, മനസ്സിലായില്ല, അത്രയും പറഞ്ഞാലും മതി. പേപ്പറും പേനയൊക്കെ എടുത്ത് എഴുതിയിടുവാണെങ്കിൽ നിങ്ങളത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്നും ഇരിക്കും. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീഡിയോ സേവ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഡൗട്ടുള്ള ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, എത്ര ഭംഗിയായിട്ടാണ് ചെയ്തത്. തയ്യലെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം നേഴ്സിംഗ് കഴിഞ്ഞിട്ടും തയ്യൽ പഠിക്കാൻ പോയതും. ഹോളിഡേക്ക് വരുമ്പോഴാണ് ഞാൻ തയ്യൽ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് ഇത്ര വരെ എത്തിയതും മനസ്സിലാക്കിയതും വീണ്ടും വീണ്ടും റെഫർ ചെയ്ത് അതിനെ കൂടുതൽ പഠിച്ച് അങ്ങോട്ട് ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിച്ചതും എല്ലാം. അതെന്തായാലും ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്കൂടെ അത് പ്രയോജനമായല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതെല്ലാം പഠിച്ച് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം? ബാക്കിയുള്ളവർക്കൂടെ അത് പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ അത് പരിപൂർണ്ണമാകുന്നേ അല്ലേ? അപ്പം അതുവഴി പലരും അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര നല്ല കാര്യം അല്ലേ? എന്തായാലും പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. സ്ലിറ്റ് എങ്ങനെ ഇപ്പൊ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ക്ലോസ് ചെയ്ത് കിടക്കും നമുക്കെന്ന് അറിയണ്ടേ? നോക്കിക്കേ, നമ്മൾ സ്ലിറ്റ് തയ്ച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യമൊക്കെ സ്ലിറ്റ് അറിയാതെ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് അതെനിക്ക് അറിയത്തില്ല. ഞാൻ എത്ര തയ്ച്ചാലും ബാക്കി ഇവിടെ എല്ലാം ഓരോ പ്രാവശ്യം ഓരോ ഭാഗം ചെയ്ത് പെർഫെക്റ്റ് ആക്കും. പക്ഷെങ്കിൽ ഈ സ്ലിറ്റ് വരുമ്പോഴേക്ക് എൻ്റെ കാര്യം പോക്ക. അതുകൊണ്ട് എനിക്കറിയായിരുന്നു ഓരോരുത്തരും പറയുമ്പോഴേക്ക് എത്രമാത്രം അവർക്ക് ബുദ്ധിമുട്ടുണ്ട് സ്ലിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ചെയ്തത് ഇതായിരുന്നു. ഇത് പെർഫെക്റ്റ് ആവുകയും ചെയ്തു. നോക്കിക്കേ, ഒരു ചുളുക്കമോ ഒന്നുമില്ല. അത് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നമ്മുടെ സ്ലിറ്റ് ഭംഗി വരുമ്പോൾ തന്നെ എത്ര രസം നോക്കിയാൽ. നോക്കിയേ, അത് കിടക്കുന്ന കണ്ടോ? ആ വി ഷേപ്പൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നു നോക്കിയേ. അതുമല്ല, അത് കിടക്കുന്നത് നോക്കിയാൽ നമ്മൾ ചുരിദാർ ഇങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ക്ലോസ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടുമേ മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.